السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, എല്ലാവർക്കും നല്ല സുഖമാണെന്ന് കരുതുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലത് പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാൻ അള്ളാഹ് നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഒരുപാട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, നൂറെ മദീന അതിൻ്റെ മുഹിബ്ബീങ്ങൾ, ക്ലാസ് കേൾക്കുന്നവരുണ്ട്, മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞവരുണ്ട്, ഒരുപാട് ദുആ ചെയ്യണം, ദുആയിൽ ഞങ്ങളെ ചേർക്കണമെന്ന് എഴുതി അയച്ചവരുണ്ട്, പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, ഇന്നത്തെ വിഷയം തന്നെ നമുക്കെല്ലാവർക്കും എഡിങ്ങിൽ കണ്ടതുപോലെ അതാണ് ഇന്നത്തെ ഒരു വിഷയം. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം. വീട്ടിലുള്ള പ്രശ്നം, വലിയതായ ഷർറുകൾ, അല്ലാഹു തആലാന്റെ മലായികത്തുൽ കിറാമിന്റെ സാന്നിധ്യം ഉണ്ടാവും, കണ്ണീരില്ലാണ്ടാവും, വീട്ടിൽ നല്ല റാഹത്തോട് സന്തോഷമുള്ളതായ ജീവിതമുണ്ടാകും. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുള്ള രണ്ട് പേര്. അതാണ് ഇന്നത്തെ വിഷയം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നല്ല സന്തോഷത്തിലോടുകൂടെ, റാഹത്തിലോടുകൂടെ, ഇസ്സത്തിലോടുകൂടെ, ആരുടെ മുമ്പിലും കൈനീട്ടാതെ, ഇരക്കാതെ നല്ല സമാധാനത്തിന്റെ ജീവിതം വേണം. വീടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീടുണ്ടായി, പക്ഷേ വീട്ടിലേക്ക് കയറുമ്പോൾ സമാധാനമില്ല. പ്രശ്നങ്ങളാണ്. ഒരുപാട് ആൾക്കാരെ വീട്ടിൽ നിന്ന് കൊടുന്നിട്ട്, വീട്ടിന്റെ ബുദ്ധിമുട്ടാണോ, ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നമാണോ, എല്ലാം നോക്കി ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അതിനൊക്കെല്ലാം പരിഹാരം മഹാന്മാർ അവരുടെ കിതാബിൽ പറഞ്ഞ വിഷയമാണ് ഇന്ന് പറയുന്നത്. രണ്ട് ഇസ്മ, രണ്ട് ആയത്ത്. അത് തൗറാത്തിലില്ല, ഇൻജീലിലില്ല, സബൂറിലില്ല. അങ്ങനെയുള്ള ഒരു മനോഹരമായ അല്ലാഹു തആലാന്റെ ഒരു പേര്, അല്ലാഹു തആലാന്റെ, അത് നമ്മുടെ വീട്ടിന്റെ മുൻവശത്തുള്ള ഫ്രണ്ട് ഡോറിൽ അത് എഴുതി വെച്ചാൽ, ഇന്ന് ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ ഒരുപാട് പേരുകളുണ്ടാവും, ബദരിയത്ത് ഉണ്ടാവും, മറ്റുള്ളതായ ഒരുപാട് ആയത്തുകൾ എഴുതിയവരുണ്ടാവും. ഇന്ന് അധികവും കൈയെഴുത്തുകൊണ്ടല്ല, ഫോട്ടോ എടുത്തതാണ്, ജെറക്സ് എടുത്തതിന്റെ ഫോട്ടോമാണ് വെക്കുന്നത്. ഇത് എഴുതിയിട്ട് വെക്കണം നിങ്ങൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ തന്നെ, അല്ലെങ്കിൽ എഴുതുന്ന ഒരുപാട് ആൾക്കാർ, നല്ല നല്ല ഉസ്താദന്മാരുണ്ട്, അവർ എഴുതിയത്, കൈകൊണ്ട് എഴുതിയത്, ജെറക്സ് എടുത്തതല്ല. അത് ഫ്രണ്ട് ഡോർ അതിന്റെ മുൻവശത്ത് വെച്ചാൽ വലിയൊരു കാവലുണ്ടാവും. നോക്ക് എൻ്റെ പ്രിയപ്പെട്ടതായ സഹോദര സഹോദരിമാരെ, അത് ഒരു വട്ടം എഴുതിയാൽ തന്നെ മലക്കിന്റെ ഒരുപാട് സാന്നിധ്യമുണ്ടാവും നമ്മുടെ വീട്ടിൽ. അത് മൻ കതബഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ ബാബിൽ ഖാരിജ്, പ്രവേശിക്കുന്നതായ ഫ്രണ്ട് ഡോറിന്റെ മുൻവശത്ത് ആ ഡോറിൽ ഇത് ആരെങ്കിലും എഴുതി വെച്ചാൽ, അമിന മിനൽ ഹലാക്കി, എല്ലാവിധ നാശനഷ്ടങ്ങളെ തൊട്ടും നിർഭയത്വം ഉണ്ടാവും. അള്ളാഹു നിർഭയത്വം നൽകുന്നതാണ്, രക്ഷ കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വരി
ആയത്ത്, ഈ ഒരു ഇസ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാമ്പത്തിക പ്രശ്നം, ആരോഗ്യം, ശാരീരിക നഷ്ടമോ ഒന്നും ഉണ്ടാവൂല. വൈൻകാന കാഫിറൻ, ഇനി എഴുതി വെച്ച വീട് കാഫിറാണെങ്കിലും ശരി, കാഫിറായ ഒരു മനുഷ്യന്റെ വീട്ടിലാണ് ഇതിനെ എഴുതി വെച്ചത്. നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ആരാണ് ഫിറഔൻ? ഫിറഔൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശത്രുവാണ്. ഫിർഔൻ ആക്കിയതായ ബുദ്ധിമുട്ടുകൾ, എത്ര മനുഷ്യന്മാരെയാണ് കൊന്നുകളഞ്ഞത്, എത്ര കുട്ടികളെയാണ് കൊന്നുകളഞ്ഞത്. അവൻ ഭൂമിയിൽ അഹങ്കരിക്കുകയാണ്. എന്നിട്ടും ഫിർഔൻ എന്തേ അല്ലാഹു തആല ഒരു തലവേദന കൊടുത്തില്ല, അവനെ പെട്ടെന്ന് നശിപ്പിച്ചില്ല? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആരെങ്കിലും എഴുതി വെച്ചാൽ അമിന മിനൽ ഹലാക്കി, എല്ലാവിധ നാശനഷ്ടങ്ങളെ തൊട്ടും അവനിക്ക് നിർഭയത്വമുണ്ടാവും. വൈൻകാന കാഫിറനായി എഴുതി വെച്ച വീടുകാർ കാഫിരീങ്ങളെ വീടാണെങ്കിലും ശരി. കാരണം ഫിറഔനെ അല്ലാഹു തആല പെട്ടെന്ന് ലം തുഹ്ലികു സരിയ, പെട്ടെന്ന് നശിപ്പിച്ചിട്ടില്ല. അവൻ എന്താ പറഞ്ഞത്? അന റബ്ബുകുമുൽ അഅ്ലാ, റബ്ബില്ല എന്നല്ല പറഞ്ഞത്, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. എന്നെ നിങ്ങൾ അല്ലാഹ് എന്ന് വിളിക്കണം, റബ്ബ് എന്ന് വിളിക്കണം. അവനിക്കൊരു തലവേദന പോലും കൊടുത്തില്ല. കാരണം എന്താണ്? അവന്റെ വീട്ടിന്റെ മുൻവശത്തുള്ളതായ ആ ഡോറിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അല്ലാഹ്, ഒരുപാട് ധിക്കാരിയായി മനുഷ്യൻ, ഒരുപാട് വർഷങ്ങളായി ഞാൻ ദുആ ചെയ്യുന്നത് നശിക്കാൻ വേണ്ടി. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് ചോദിക്കുന്നത്, ഞാൻ നോക്കുന്നത് അവന്റെ അഹങ്കാരത്തിലേക്കല്ല, എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിന്റെ ഡോറിന്റെ മുൻവശത്ത് അവൻ എഴുതി വെച്ചതിന്റെ ആ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ടാണ് അവനെ അതുവരെ പെട്ടെന്ന് നശിപ്പിക്കാത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് വേണം നമ്മുടെ വീട്ടിന്റെ മുൻവശം. രണ്ടാമത്തത് ഏതാണ്? മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്ക് എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മുത്തുമോമിനീങ്ങളെ, നമ്മുടെ വീട്ടിന്റെ മുൻവശത്തുണ്ടാവണം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ കഹ്ഫിലുണ്ട് ഈ ആയത്ത്. അവർ ആ തോട്ടത്തിലേക്ക് കടന്ന ഒരു സംഭവമുണ്ടല്ലോ, ഇത് പറയുമായിരുന്നുവെങ്കിൽ. നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്നു വഹബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹഫ്സ് ഇബ്നു മൈസർ റളിയല്ലാഹു തആല റളിയല്ലാഹു അൻഹു അനുഭവം പറയുകയാണ്, റഅയ്തു വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു, ബഹുമാനപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു, മക്തൂബൻ അലാ ബാബി വഹബ് ഇബ്നു മുനബ്ബഹ്. വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു തആല ന്റെ വീട്ടിന്റെ ആ മുൻവശത്തുള്ള ഡോറിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ ലാ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്ത്? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് എഴുതി വെച്ചാൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവൂല, കണ്ണീരുണ്ടാവൂല. എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. മലായിക്കത്തിന്റെ അല്ലാഹുവിന്റെ മലക്കുകളെ സാന്നിധ്യമുണ്ടാവും. കുടുംബ പ്രശ്നമുണ്ടാവൂല, വീട്ടിൽ നല്ല സമാധാനമുണ്ടാവും. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ പറഞ്ഞു, ഒരു വീടുണ്ടാകണം, നല്ലൊരു ഹൈറായ വീടുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഈ ഒരു രണ്ട് ഇസ്മ, ഒന്ന് ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
പിന്നൊന്ന് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരുപാട് ഫളലുകൾ അടങ്ങിയതായ ഒരു ഇസ്മുകളാണ്, പേരുകളാണ്, ആയത്തുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബിസ്മിന്റെ ഫളൽ എത്രയുണ്ട്? ഒരുപാട് ഫളലുണ്ട്. എന്ത് ദുഃഖം ബേജാറും തീരാത്ത നിങ്ങളുടെ ഏത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആത്മാർത്ഥമായി കൽബ് തട്ടിട്ട് ഒരാൾ ചൊല്ലിയാൽ, ഓതി തീർത്താൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ അദദ് പ്രകാരം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയും. എത്രയോ ആൾക്കാർ 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഴയ കാലത്തുള്ളതായ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ, അവർ കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ 21 പ്രാവശ്യം അതാ ബിസ്മി ഓതിട്ടാണ് കിടന്നുറക്കുന്നത്. പൈശാചികമായ എല്ലാ ശർറിനെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതിന്റെ ഒരുപാട് ഫളലുകളുണ്ട്. ഒരുപാട് കാര്യം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം തന്റെ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീക്കി സന്തോഷമുള്ള റാഹത്തുള്ള സമാധാനമുള്ളതായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആൾക്കാർ നാട്ടിലും വിദേശത്തും നമ്മുടെ കുടുംബക്കാർ ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, ഏൽപ്പിച്ചവരുണ്ട്. ഒരു 7 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനുർ റഹ്മാനായ അല്ലാഹ്, നിന്റെ പരിശുദ്ധമായ കലാം ആരംഭിക്കുന്നത് തന്നെ ബിസ്മി കൊണ്ടാണ്. ആ ബിസ്മിന്റെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. എല്ലാം നിങ്ങൾക്ക് അറിയില്ല അല്ലാഹ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് ആ 19 അക്ഷരങ്ങൾ ഒതുങ്ങുന്നതായ ബിസ്മി, അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തീർത്തു തരണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ നല്ല വിജയം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സ്നേഹിതന്മാരുണ്ട്, കൂട്ടക്കാരുണ്ട്, എല്ലാവർക്കും അല്ലാഹ് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് കുട്ടികൾക്ക് രോഗികളാണ്, ക്യാൻസറിന്റെ ഒരുപാട് ആൾക്കാർ അല്ലാഹ്. അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് ഈ ബിസ്മിന്റെ ബർക്കത്ത് കൊണ്ട് 19 അക്ഷരങ്ങൾ ഉച്ചരിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് അങ്ങനെയുള്ള രോഗം ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ മക്കളുടെ ശരീരത്തിലോ ഉണ്ടെങ്കിൽ നീക്കി പരിപൂർണമായ അജിലായ മുസ്തമിറായ ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.